ഈ മാസങ്ങളിൽ നിങ്ങൾ നിങ്ങളോട് തന്നെ അക്രമം ചെയ്യരുത് എന്ന് പറഞ്ഞാൽ തോന്നിവാസം ചെയ്യരുത്, ഹറാമ് കാണരുത്, ഹറാമ് ചെയ്യരുത്, ചിന്തിക്കരുത്, പ്രവർത്തിക്കരുത്, കളവ് പറയരുത്, വഞ്ചന നടത്തരുത്, തോന്നിവാസങ്ങളിൽ ഏർപ്പെടരുത്. അല്ലാഹുവിലേക്ക് അടുക്കേണ്ട മാസമാണ്. അല്ലാഹുവേ തൗഫീഖ് നൽകണം അല്ലാഹ്. ഉമ്മമാരെ, ബാപ്പമാരെ, സുബഹിക്ക് നേരത്തെ എഴുന്നേൽക്കണം, സുബഹി നിസ്കരിക്കണം, തഹജ്ജുദ് നിസ്കരിക്കണം, സുബഹിയുടെ സുന്നത്ത് നിസ്കരിക്കണം, സുബഹി നിസ്കരിക്കണം. പുതിയ വർഷം തുടങ്ങിയാണ്, പുതിയ തീരുമാനങ്ങളാവട്ടെ. നിങ്ങളൊക്കെ അത് പതിവാക്കുന്നവരായിരിക്കുക. സാധുവായ എന്നോടും നിങ്ങളോടും എന്നാലും ഞാനൊന്ന് ഓർമ്മപ്പെടുത്തേണ്. പുതിയ ഒരു വർഷം ആരംഭിക്കുമ്പോ പുതിയ ചില തീരുമാനങ്ങൾ എടുക്കണം. അതിലൊന്നാമത്തെ തീരുമാനം ആരെയും വേദനിപ്പിക്കരുത് എന്നുള്ള തീരുമാനമാണ്. രണ്ടാമത് ഞാൻ പറയണേ, നാളെ മുതൽ നമുക്കൊരു ശീലം വേണോ. നേരത്തെ എഴുന്നേൽക്കണം, സുബഹിയുടെ മുമ്പേ എഴുന്നേൽക്കണം, തഹജ്ജുദ് നിസ്കരിക്കണം, തഹജ്ജുദിന് ശേഷം നല്ലോണം ദ്വാരക്കണം. ഖുർആൻ ഓതാൻ ഏറ്റവും നല്ല സമയം തഹജ്ജുദിന്റെ സമയമാണ്, അത്താഴത്തിന്റെ സമയമാണ്. അത് മുത്തുനബി തങ്ങൾ പഠിപ്പിച്ചതാണ്. ആ സമയത്ത് ഖുർആൻ ഓതണം. സുബഹി വാങ്ക് വിളിക്കുമ്പോ സുബഹിയുടെ സുന്നത്ത് നിസ്കരിക്കണം. അതേ സുബഹി നിസ്കാരം നിസ്കരിക്കണം. സുബഹിക്ക് ശേഷം മുത്തുനബി തങ്ങൾ പഠിപ്പിച്ച മുത്തായ തങ്ങൾ സുബഹിക്ക് ശേഷം ചൊല്ലിയ ദിക്റുകളാണ് നമ്മുടെ മജ്‌ലിസിൽ നമ്മൾ ചൊല്ലുന്നത്. 5:20 നമ്മൾ തുടങ്ങുന്നുണ്ട്. നേരത്തെ തന്നെ മജ്‌ലിസിൽ എത്തണം. യാസീൻ 11 ഫാത്തിഹകൾ, ഇതൊക്കെ വലിയ കാവലാണ്. നാളെ നല്ലൊരു തുടക്കമാവട്ടെ. ഉമ്മമാരും ബാപ്പമാരൊക്കെ നേരത്തെ തന്നെ മജ്‌ലിസിൽ വരണം. 5:20 തന്നെ എത്തണേ. അൽഹംദുലില്ലാഹ്, പുതിയൊരു വർഷം തുടങ്ങുമ്പോ നമ്മൾ തീരുമാനിക്കണം, ഇൻഷാ അല്ലാഹ് വരുന്ന ഒരു വർഷം ഞാൻ ഈ മജ്‌ലിസ് നഷ്ടപ്പെടുത്തൂല, ഈ അദ്കാർ നഷ്ടപ്പെടുത്തൂല. മുത്തുനബി തങ്ങൾ ചൊല്ലിയ ദിക്റുകളല്ലേ ഉസ്താദിന്റെ കൂടെ ഞാൻ ഈ മജ്‌ലിസിൽ കൂടി ചൊല്ലും. ഒരാളെയും കുറ്റം പറയുന്ന മജ്‌ലിസല്ല, ഗീബത്ത് പറയുന്ന മജ്‌ലിസല്ല, ഫിത്ന പറയുന്ന മജ്‌ലിസല്ല, ഫസാദ് ഉണ്ടാക്കുന്ന മജ്‌ലിസല്ല. അല്ലാഹുവിന്റെ മുമ്പിൽ അല്ലാഹനെ ഓർത്ത് ദിക്ർ ചൊല്ലി കണ്ണീരൊഴുക്കി ദ്വാരക്കുന്ന നല്ലൊരു മുബാറക്കായ സദസ്സാണ്. നഷ്ടപ്പെടുത്തരുത്. അല്ലാഹ് തൗഫീഖ് നൽകണേ അല്ലാഹ്. ഉമ്മ ബാപ്പമാരെ, ഇന്ന് വെളിയങ്കോട് ഉമർ ഖാലി തങ്ങളെ ആണ്ടിന്റെ ദിവസമല്ലേ, നമ്മുടെ മജ്‌ലിസിൽ ആണ്ട് നടത്തുന്ന ദിവസമല്ലേ. ഈ മാസമായിരുന്നു ഉമർ ഖാലി തങ്ങളാണ്ട്. ഇന്ന് നമ്മളെ മജ്‌ലിസിൽ നമ്മൾ ഇന്ന് ആണ്ട് നടത്തുന്ന ദിവസമാണ് നാം പറഞ്ഞത്. പ്രിയമുള്ളവർ, ഇന്ന് ആണ്ടിന്റെ ദിവസമല്ല, ഇന്ന് നമ്മൾ ആണ്ട് നടത്തുന്ന, നമ്മളെ മജ്‌ലിസിൽ നമ്മൾ ആണ്ട് നടത്തുന്ന ദിവസമാണ്. ദുൽഹിജ്ജ മാസം ഒരു ആണ്ടിന്റെ മാസമാണ്. അല്ലാഹുവേ, വല്ലാത്ത മഹാനാണ് ഉമർ ഖാലി തങ്ങൾ. ആശിഖുർ റസൂലാണ്. അല്ലാഹുവിന്റെ ഹബീബായ മുത്തുനബി തങ്ങളിലേക്ക് ലയിച്ചു ചേർന്ന് ജീവിച്ച മഹാനാണ് ഉമർ ഖാലി വെളിയങ്കോട്. ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്. മഹാനരായ മമ്പുറം തങ്ങളെ കാലഘട്ടത്തിൽ ഒരാൾ വന്നിട്ട് പരാതി പറയാണ്, അല്ലയോ മമ്പുറം തങ്ങളെ, വെളിയങ്കോട് ഉമർ ഖാലി തങ്ങളെ അതേ നാട്ടിലൊക്കെ പിരിവ് നടത്തുന്നുണ്ട്. ഒരു പള്ളി ഉണ്ടാക്കണമെന്ന് പറഞ്ഞിട്ടാണ് നാട്ടിലൊക്കെ പിരിവ് നടത്തുന്നത്. പക്ഷേ പള്ളി എവിടെയും കാണുന്നില്ല. ഉമർ ഖാലി തങ്ങളെ പറ്റി മമ്പുറം തങ്ങളോടൊരു മനുഷ്യൻ പരാതി പറയണേ. ഉമർ ഖാലി തങ്ങൾ ഇങ്ങനെ നാട് നീളെ പിരിവെടുത്ത് പള്ളി ഉണ്ടാക്കണമെന്ന പിരിവെടുത്തുണ്ട്. പക്ഷെ എവിടെ പള്ളി കാണില്ല. മമ്പുറം തങ്ങൾ പറഞ്ഞു, ഉമർ ഖാലി തങ്ങൾ അങ്ങനെ പിരിവ് പള്ളി ഉണ്ടാക്കണം എന്ന് പറഞ്ഞ് പിരിവെടുത്തുണ്ടെങ്കിൽ ആ പള്ളി എവിടെയെങ്കിലും ഉണ്ടാക്കും എന്ന് മമ്പുറം തങ്ങൾ പറഞ്ഞു. ഈ പരാതി പറഞ്ഞ മനുഷ്യൻ ഒരിക്കൽ ഹജ്ജിന് വേണ്ടി പോവേണ്ടി അങ്ങനെ ത്വായിഫിലെത്തി. അവിടെ നോക്കുന്ന സമയത്ത് അതേ സൗദിയിൽ
ഈ പരാതി പറഞ്ഞ മനുഷ്യൻ ഒരിക്കൽ ഹജ്ജിന് പോയി അവിടുന്ന് ത്വായിഫിൽ പോയി നോക്കുന്ന സമയത്ത് അവിടെ ഒരു പള്ളിന്റെ പണി നടക്കുന്നുണ്ട്. ആ സമയത്ത് അവിടെയുള്ളവരോട് ചോദിച്ചു, ഇതേതാണ് പള്ളി? ആ സമയത്ത് അവിടെയുള്ള ആളുകൾ പറഞ്ഞു, ഇത് നിങ്ങളുടെ നാട്ടുകാരനായ ഉമർ ഖാലി എന്ന് പറയുന്ന കേരളക്കാരനായ ഒരാൾ ഉണ്ടാക്കുന്ന പള്ളിയാണ്. അവിടെ ആ സമയത്ത് പള്ളിന്റെ പണി ഇങ്ങനെ നടക്കുകയാണ്. ആ സമയത്താണ് പറയുന്നത്, ഇത് നിങ്ങളുടെ നാട്ടുകാരനായ ഉമർ ഖാലി എന്നവർ ഉണ്ടാക്കുന്ന പള്ളിയാണ്. മാത്രല്ല അദ്ദേഹം ഇവിടെ വന്ന് ഞങ്ങൾക്ക് കൂലി തരാറുണ്ട്. പള്ളി ഉണ്ടാക്കുന്ന അവിടുത്തെ പണിക്കാർക്ക് അതേ അതിനുള്ള പൈസ കൂലിയൊക്കെ ഇവിടെ വന്ന് തരാറുണ്ട് എന്ന് ആ നാട്ടിലുള്ള ഒരാള് ഈ പരാതി പറഞ്ഞ മനുഷ്യനോട് പറയാണ്. അതേ ഉമ്മമാരെ, ഇന്നും നമുക്ക് അതേ ഉംറക്കും ഹജ്ജിനൊക്കെ പോയാൽ ത്വായിഫിൽ ചെന്നാൽ അവിടെ ഒരു പള്ളി കാണാം. ആ പള്ളിയുടെ പേര് മസ്ജിദുൽ ഹുനൂദ് എന്നാണ്. എന്താണ് മസ്ജിദുൽ ഹുനൂദ് എന്ന് പറഞ്ഞാൽ അർത്ഥം ഇന്ത്യക്കാരുടെ പള്ളി എന്നാണ്. ഇന്ത്യക്കാരുടെ പള്ളി എന്നാണ് അതിന്റെ അർത്ഥം. ത്വായിഫിൽ നമുക്ക് പോയാൽ ആ പള്ളി കാണാൻ പറ്റും. മസ്ജിദ് ഇബ്നു അബ്ബാസ് തങ്ങളുടെ ഒക്കെ ആ പള്ളിയുടെ അടുത്ത് തന്നെ ആ പട്ടണത്തിൽ അവിടെ മസ്ജിദുൽ ഹുനൂദ് എന്ന് പറയുന്ന ഒരു പള്ളിയുണ്ട്. ആ പള്ളി ഉണ്ടാക്കിയതാരാണ്? മഹാനരായ ഉമർ ഖാലി ഖദ്ദസല്ലാഹു സർറഹുൽ അസീസ്. മഹാനരായ വെളിയങ്കോട് ഉമർ ഖാലി തങ്ങൾ ത്വായിഫിൽ പള്ളി ഉണ്ടാക്കുകയാണ്. എന്താണ് ആ പള്ളിയുടെ പേര്? മസ്ജിദുൽ ഹുനൂദ്. ഇന്നും അവിടെ ഒരു റോഡിന്റെ പേര് അതേ ഉമർ ഖാലി എന്നാണ്. ഒരു റോഡ്, അവിടെ ഒരു റോഡ്, ആ റോഡിനുള്ള പേര് തന്നെ ഉമർ ഖാലി എന്നാണ്. പ്രിയമുള്ളവരെ, വല്ലാത്ത മഹാനാണ് ഉമർ ഖാലി. ഹബീബായ തങ്ങളിലേക്ക് ലയിച്ചു ചേർന്ന ഇഷ്ഖിന്റെ മഹത്വത്തിന്റെ ലോകം നമുക്ക് പഠിപ്പിച്ചു തന്ന വല്ലാത്തൊരു മഹാൻ ആശിഖുർ റസൂൽ ഉമർ ഖാലി വെളിയങ്കോട് ഖദ്ദസല്ലാഹു സർറഹുൽ അസീസ്. നിമിഷക്കവിയായിരുന്നവര്. മുത്തുനബിയെ പറ്റി തന്നെ ഒരുപാട് പാട്ടുകൾ, ബൈത്തുകൾ അവർ രചിച്ചിട്ടുണ്ട്. ഒരുപാട് ബൈത്തുകളുണ്ട്. അതുപോലെ തന്നെ നിമിഷക്കവിയായിരുന്നു. എന്ത് കണ്ടാലും ആ സ്പോട്ടിൽ, ഓൺ ദി സ്പോട്ട് ഒരു കവിത പാടും. എന്ത് കണ്ടാലും ഓൺ ദി സ്പോട്ടിൽ ഒരു കവിത പാടും. അങ്ങനെ ഒരു നിമിഷക്കവിയായിരുന്നു. അതിൽ തമാശകളുണ്ടാവും. നിമിഷക്കവിയായിരുന്നു ഉമർ ഖാലി വെളിയങ്കോട്. ഒരിക്കൽ വെളിയങ്കോട്ടെ പള്ളിയിൽ ഒരു ആട് കിടന്നുറങ്ങി. ഒരു ആട് വെളിയങ്കോട്ടെ പള്ളിയിൽ ഇങ്ങനെ കിടന്നുറങ്ങി. ആട് ഉറങ്ങുന്നത് കണ്ടപ്പോ ഉമർ ഖാലി തങ്ങൾ ഇങ്ങനെ വരുന്നുണ്ട്. ഉമർ ഖാലി തങ്ങൾ ആ ആടിനെ നോക്കി ഒരു പാട്ട് പാടി. ആ ഓൺ ദി സ്പോട്ട് അപ്പൊ ഒരു പാട്ടുണ്ടാക്കി. ആ ആടിനെ നോക്കി ഒരു പാട്ട് പാടി. യാ ഗനം യാ ഗനം യാ ഗനം യാ ഗനം ലതനം ഹുനാ ഇത്തനം ഹുനാ ഫല്ലറുബു വാജിബു. എന്താണ് ആ പാട്ടിന്റെ അർത്ഥം? യാഗനം യാഗനം, ഓ ആടേ ആടേ, ഓ ആടേ ആടേ, ലാതനം ഹുനാ, ഇവിടെ ഉറങ്ങരുത്, ഇത് പള്ളിയാണ്. ഇവിടെ ഉറങ്ങരുത്, ഇത് പള്ളിയാണ്. ഇത്തനം ഹുനാ, ഇവിടെ ഉറങ്ങിയാൽ ഫല്ലറുബു വാജിബു, അടി നിർബന്ധമാണ്, അടി നിർബന്ധമാണ്. ഇങ്ങനെ സ്പോട്ടിൽ പാട്ടുണ്ടാക്കും. അതിൽ തമാശകളൊക്കെ ഉണ്ടാവും. അപ്പൊ പള്ളിയിൽ വന്ന് ഒരു ആട് കിടന്നുറങ്ങിയപ്പോ ആടിനോട് തമാശയിൽ ഇങ്ങനെ പാട്ട് യഗനം 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 ലതനം ഹുനാ ഇത്തനം ഹുനാ ഫല്ലറുബു വാജിബു. ആടെ ഇവിടെ കിടന്നുറങ്ങരുത്, ഇവിടെ കിടന്നുറങ്ങിയാൽ ഫല്ലറുബു വാജിബു, അടി നിർബന്ധമാണ്. ഇങ്ങനെ പാട്ട് ഓൺ ദി സ്പോട്ട് കവിതകൾ, പാട്ടുകൾ ഉണ്ടാക്കുമായിരുന്നു.
ഒരാള് മഹാനരായ ഉമർ ഖാദി റളിയല്ലാഹു അൻഹു അവരെ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാല് അവരെ ബറക്കത്ത് കൊണ്ട് മദീനയിൽ നമുക്ക് എത്താൻ കഴിയും. അല്ലാഹ് തൗഫീഖ് നൽകണേ അല്ലാഹ്.